നിങ്ങളുടെ വസ്തുവകകൾ നൽകുമ്പോൾ നിങ്ങൾ വളരെ കുറച്ച് മാത്രം നൽകുന്നു. നിങ്ങൾ സ്വയം നൽകുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ നൽകുന്നത്. ഖലീൽ ജിബ്രാന്റെ വാക്കുകളാണ്. നമുക്കൊരു സ്റ്റോറി കേൾക്കാം. വ്യവസായ നഗരിയായ ജംഷഡ്പൂരിലെ പ്രശസ്തമായ ഒരു കോർപ്പറേറ്റ് കമ്പനിയിലെ ഉന്നത തസ്തികയിലേക്കുള്ള ഇന്റർവ്യൂ നടക്കുന്നു. ഉയർന്ന ശമ്പളം, ആനുകൂല്യങ്ങൾ, സ്ഥാനമാനങ്ങൾ എന്നിവ കൊണ്ടെല്ലാം ഏതൊരു വിദ്യാസമ്പന്നന്റെയും സ്വപ്നമാണ് ആ തസ്തിക. ഒട്ടനവധി ഉദ്യോഗാർത്ഥികൾ വിവിധ ഘട്ടങ്ങളിലായി നടന്ന ഇന്റർവ്യൂകളിലും എഴുത്തു പരീക്ഷകളിലും പങ്കെടുത്തു. അവസാനം മിടുമിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ എല്ലാ കടമ്പകളും വിജയിച്ച് ഒന്നാം സ്ഥാനത്തെത്തി. അവസാനവട്ട ഇന്റർവ്യൂവിനും നിയമനത്തിനുമായി അവൻ സ്ഥാപനത്തിന്റെ ജനറൽ മാനേജറുടെ മുന്നിൽ ഹാജരായി. അദ്ദേഹത്തിന് ഉദ്യോഗാർത്ഥിയെ നന്നായി ബോധിച്ചു. മിടുക്കനാണ്, ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. സംസാരത്തിനിടയിൽ അദ്ദേഹം അവന്റെ സർട്ടിഫിക്കറ്റുകളിലൂടെ കണ്ണോടിച്ചു. എല്ലാറ്റിലും ഉയർന്ന മാർക്കുകൾ നേടിയിട്ടുണ്ടെന്നതിലുപരി പ്രൈമറി സ്കൂളുകൾ മുതൽ പഠിച്ച എല്ലാ സ്ഥാപനങ്ങളും നഗരത്തിലെ പ്രശസ്തമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. പണക്കാരുടെ മക്കൾ മാത്രം പഠിക്കുന്ന, ഉയർന്ന ഫീസ് വാങ്ങുന്ന സ്ഥാപനങ്ങൾ. അച്ഛന് എന്താണ് ജോലി, അതോ ബിസിനസ്സാണോ? ജനറൽ മാനേജർ ചോദിച്ചു. എനിക്ക് അച്ഛനില്ല സർ, എൻ്റെ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ മരിച്ചു. ജനറൽ മാനേജർ ഒന്ന് അമ്പരന്നു. അമ്മയ്ക്ക് എന്താണ് ജോലി? അദ്ദേഹം ചോദിച്ചു. എൻ്റെ അമ്മ ഒരു അലക്കുകാരിയാണ്, അവൻ പറഞ്ഞു. കുടുംബത്തിന് സമ്പത്ത് വല്ലതുമുണ്ടോ? അദ്ദേഹം ആരാഞ്ഞു. ഇല്ല, പുറംപോക്കിൽ ഒരു കൊച്ചു കുടിലിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. എൻ്റെ അമ്മ അലക്ക് ജോലി ചെയ്താണ് എന്നെ വളർത്തിയതും പഠിപ്പിച്ചതും, ഉദ്യോഗാർത്ഥി പറഞ്ഞു. ജനറൽ മാനേജർ ശരിക്കും അമ്പരന്നു. അദ്ദേഹം സർട്ടിഫിക്കറ്റുകളിലേക്കും ഉദ്യോഗാർത്ഥിയിലേക്കും മാറി മാറി നോക്കി. കാര്യങ്ങളുടെ കിടപ്പ് ഏറെക്കുറെ അദ്ദേഹത്തിന് മനസ്സിലായി. ഉദ്യോഗാർത്ഥിയോട് തൻ്റെ രണ്ട് കൈയും തൻ്റെ മുന്നിലേക്ക് നീട്ടിപ്പിടിക്കാൻ മാനേജർ ആവശ്യപ്പെട്ടു. ആ കൈകളിലേക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. നിയമനത്തിന്റെ എല്ലാ ഘട്ടങ്ങളും നീ പാസ്സായിരിക്കുന്നു. ഈ കമ്പനിയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കാൻ നിനക്കാകും. നാളെ വന്ന് നിയമനം നേടി ജോയിൻ ചെയ്തോളൂ. പക്ഷെ അതിനു മുമ്പ് ചെറിയ ഒരു പരീക്ഷ കൂടി അറ്റൻഡ് ചെയ്യണം. മറ്റൊന്നുമല്ല, ഇന്ന് വീട്ടിൽ ചെന്ന ഉടനെ നിന്റെ അമ്മയെ കാണണം. എന്നിട്ട് അമ്മയുടെ കൈ ഒന്ന് കഴുകി കൊടുക്കണം. ശേഷം അമ്മയുടെ കാലിലേക്ക് ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ജനറൽ മാനേജർ പറഞ്ഞു നിർത്തി. ഉദ്യോഗാർത്ഥിക്ക് പോകാൻ അനുവാദം നൽകി. ജനറൽ മാനേജറുടെ ഈ നിർദ്ദേശത്തിൽ ഉദ്യോഗാർത്ഥിക്ക് മുഷിപ്പ് തോന്നി. ഇതെന്തൊരു പരീക്ഷ, എവിടെയും കേട്ടുകേൾവിയില്ലാത്തത്. എന്തായാലും അതുകൂടി ചെയ്തു കളയാം, അവൻ ആത്മഗതം ചെയ്തു. അങ്ങനെ വീട്ടിലെത്തി അമ്മയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അമ്മേ, നിങ്ങളുടെ കൈ ഞാനൊന്ന് കഴുകിത്തരാം, കാലിലേക്ക് കുറച്ച് വെള്ളവും ഒഴിച്ചു തരാം, അവൻ പറഞ്ഞു. വേണ്ട മോനെ, അതൊന്നും വേണ്ട. ജീവിതത്തിൽ ആദ്യമായി ജോലിയിൽ കയറുകയല്ലേ, അതുകൊണ്ട് അമ്മയുടെ അനുഗ്രഹം വാങ്ങി വരൂ എന്നായിരിക്കും അദ്ദേഹം ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും നിനക്കുണ്ട്, ആ അമ്മ പറഞ്ഞു. എന്നാലും അദ്ദേഹം പറഞ്ഞതുപോലെ ചെയ്യാം. അമ്മ ആ കൈകൾ കാണിക്കൂ, ഞാൻ കഴുകിത്തരാം, മകൻ പറഞ്ഞു. മകന്റെ നിർബന്ധത്തിന് വഴങ്ങി മനസ്സില്ലാ മനസ്സോടെ ആ അമ്മ തൻ്റെ രണ്ട് കൈകളും മകന് നേരെ നീട്ടി. തന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വലുതാക്കിയ അമ്മയുടെ കൈകൾ കണ്ട നിമിഷം ആ മകൻ ഞെട്ടിത്തെറിച്ചുപോയി. അപ്പോഴാണ് തൻ്റെ അമ്മയുടെ കൈകൾ അവൻ ശരിക്കും കണ്ടത്. മാംസം അവിടെവിടെ അടർന്നു മാറിയ കഴിഞ്ഞ എല്ലുകൾ പുറത്തേക്ക് കാണുന്ന ഒരു അസ്ഥിപഞ്ജരം. അവൻ അമ്മയുടെ കാലിലേക്ക് നോക്കി. വ്രണമായി മാറിയ, രക്തം അവിടെവിടെ കിനിഞ്ഞിറങ്ങുന്ന കാൽപാദങ്ങൾ. അവൻ അമ്മയെ കെട്ടിപ്പിടിച്ച് വാവിട്ട് കരഞ്ഞു. ഇത്രയും കാലം തൻ്റെ അമ്മയുടെ സഹനങ്ങൾ തനിക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ. തന്നെ ഒന്നും അറിയിക്കാതെ വളർത്തിയ അമ്മയുടെ ത്യാഗമോർത്ത് അവൻ വിതുമ്പി. വലിയ വലിയ സ്ഥാപനങ്ങളിൽ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ച് പഠിക്കുമ്പോഴും തൻ്റെ അമ്മ ജീവിച്ച സാഹചര്യം ഓർത്ത് അവന് സങ്കടം അടക്കാനായില്ല. അമ്മയെ കെട്ടിപ്പിടിച്ച് ഒരുപാട് നേരം കരഞ്ഞു. ആ ദിവസം അവർ കുറേയേറെ സംസാരിച്ചു. പിറ്റേന്ന് തപിക്കുന്ന ഹൃദയത്തോടെ അവൻ ജനറൽ മാനേജർക്ക് മുന്നിൽ ഹാജരായി. ദൈവമാണോ തൻ്റെ മുന്നിൽ ഈ ഇരിക്കുന്നതെന്ന് അവന് തോന്നി. കൂപ്പുകൈയോടെ അവൻ പറഞ്ഞു. സർ, എൻ്റെ അമ്മയുടെ ഞാൻ കാണാത്ത കയ്യും കാലും ഇവിടെ ഇരുന്ന് നിങ്ങളെങ്ങനെയാണ് കണ്ടത്? അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതിന് പ്രയാസമില്ല. 3 നാൾ ചെയ്യുന്ന അലക്ക് ജോലിയെങ്കിലും ചെയ്താലേ നിന്നെ ഈ രൂപത്തിൽ വളർത്താൻ നിന്റെ അമ്മയ്ക്കാകൂ. എന്നാൽ അതൊന്നും നിന്നെ അറിയിക്കാതെയാണ് അമ്മ ജീവിച്ചതെന്നും ഒരിക്കൽ പോലും അമ്മയെ ജോലിയിൽ സഹായിക്കാനുള്ള അവസരം നിനക്ക് കിട്ടിയിട്ടില്ലെന്നും നിന്റെ കൈകൾ എന്നോട് പറഞ്ഞു. അങ്ങനെ ആ ചെറുപ്പക്കാരന് അവിടെ നിയമനം നൽകി. സ്ഥാനാരോഹണ ചടങ്ങിൽ അവൻ്റെ അമ്മയായിരുന്നു മുഖ്യ ശ്രദ്ധാകേന്ദ്രം. ചടങ്ങിനെത്തിയ എല്ലാവരും ആ അമ്മയെ കൂപ്പുകൈയോടെ വണങ്ങി. ഒരമ്മയുടെ ആത്മത്യാഗത്തിൻ്റെ ഈ കഥയിൽ പ്രകാശവത്തായി ഒത്തിരി കാര്യങ്ങൾ കാണാം. 1. ഇങ്ങനെയുള്ള എത്രയോ സമർപ്പണങ്ങളാണ് ലോകത്തെ മുന്നോട്ട് നയിക്കുന്നത്. 2. നമ്മുടെ വിജയത്തിന് പിന്നിലും ഇങ്ങനെയുള്ള ചെറുതോ വലുതോ ആയ ത്യാഗങ്ങളുണ്ട്. അതിൽ പലതും നാം കാണാതെ പോകുന്നു എന്നതാണ് ഈ കഥ ഓർമ്മപ്പെടുത്തുന്നത്. അതെല്ലാം കണ്ടെത്താനും കൃതജ്ഞത പ്രകടിപ്പിക്കാനുമുള്ള മനോഭാവം വളർത്തിയെടുക്കാനും ഈ കഥ പ്രചോദനമാകും.
നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സമർപ്പണങ്ങളൊന്നും അവർ ആരെയും അറിയിക്കില്ലെന്നും ഈ കഥ നമ്മെ ഉണർത്തുന്നു. മറ്റൊരു പ്രധാന പാഠം, ഒരു സ്ഥാപനത്തിന്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തിക്ക് കാര്യങ്ങൾ പരസ്പരം ബന്ധിപ്പിച്ച് യാഥാർത്ഥ്യം തിരിച്ചറിയാനായി എന്നുള്ളതാണ്. ജീവിതാനുഭവങ്ങളും ആത്മാർത്ഥതയും നല്ല വായനാശീലങ്ങളും ഉള്ളവർക്കും മാത്രമുള്ള കഴിവാണിത്. നാമൊക്കെ ഓരോ സ്ഥാനത്തിരിക്കുന്നവരാണ്. നമ്മുടെ ഗ്രഹണശക്തി എത്രത്തോളം മിനുക്കിയെടുക്കണമെന്ന് ഈ കഥ നമ്മോട് പറയുന്നു. ഒരു സാധാരണ സ്ത്രീക്ക് സമൂഹത്തിൽ ഉയരങ്ങളിലേക്ക് എത്തിപ്പെടാൻ കഴിയില്ല എന്നാണ് പൊതുവെ വിലയിരുത്താറ്. വലിയ സ്ഥാനമാനങ്ങളിൽ എത്തുകയും വലിയ സംരംഭങ്ങൾ നടത്തുകയും മാത്രമല്ല, മഹത്തായ കാര്യങ്ങൾ ഇതുപോലെ മറ്റുള്ളവരുടെ ഉയർച്ചയ്ക്കായി തൻ്റെ ജീവിതത്തെ സമ്പൂർണ്ണമായി സമർപ്പിച്ചവർ എന്നും മനുഷ്യകുലത്തിൽ ഉയരങ്ങളിൽ തന്നെയാണ്. അവരുടെ ത്യാഗത്തോളം മഹത്വമുള്ളതല്ല മറ്റൊന്നും. തൻ്റെ മകനെ ഇത്ര വലിയ ത്യാഗങ്ങളും പ്രയാസങ്ങളും അറിയിക്കാതെ എങ്ങനെ വളർത്താൻ സാധിച്ചു എന്ന് സന്ദേഹിക്കും. എന്നാൽ യാഥാർത്ഥ്യം ഞെട്ടിക്കുന്നതാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ നമ്മളോടുള്ള സ്നേഹം കൊണ്ട് വളരെ വിദഗ്ധമായി മറച്ചുപിടിക്കുന്നതിന് അവർ വിജയിക്കുന്നു. മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാം തിരിച്ചറിഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കണമെന്നാണ് ആ മാനേജരുടെ ഏറ്റവും വലിയ ഉൾക്കാഴ്ച നമുക്ക് പറഞ്ഞു തരുന്നത്. പരസ്പരം മനസ്സിലാക്കാനാവാത്തതാണല്ലോ ബന്ധങ്ങൾക്കിടയിൽ വലിയ വിള്ളലുണ്ടാക്കുന്നത്. ഉള്ളു തുറന്ന് സംസാരിക്കുകയും പരസ്പരം കണ്ടറിഞ്ഞ് ജീവിക്കുമ്പോഴുമാണ് ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.